Question number 1. A Limited is having 5-star hotels in different states. They transfer the liquor stock from one hotel to another hotel under the company name via tax invoice. Whether GST is applicable. A Limited different states 5-star hotels under. So liquor stock ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഹോട്ടലിൽ നിന്നും വേറൊരു ഹോട്ടലിലേക്ക്. ലിക്വർ എന്ന് പറയുന്നത് ആൽക്കഹോളിക് ലിക്വർ, ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്ന് പറയുന്നത് GSTയുടെ പുറത്തുള്ളതാണ്. GSTയുടെ പ്രിവ്യൂവിന് ഔട്ട്സൈഡ് ആണ്. സോ ഈ ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ there is no GST on it. There is no GST on it. It is not a GST leviable item. So അത് ഗുഡ്സിന്റെ ഡെഫിനിഷനിലോ സർവീസിന്റെ ഡെഫിനിഷനിലോ വരുന്ന ഐറ്റം അല്ല. അതുകൊണ്ട് അത് ടാക്സബിൾ അല്ല. അതുകൊണ്ട് തന്നെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനും പാടില്ല. സോ എ ലിമിറ്റഡ് കനോട്ട് ഇഷ്യൂ ടാക്സ് ഇൻവോയ്സ്. ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലാതെയുള്ള ഇൻവോയ്സിങ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് വേണമെങ്കിൽ അവരുടെ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട്. ബട്ട് GSTയിലുള്ള ടാക്സ് ഇൻവോയ്സ്, ടാക്സ് കളക്ട് ചെയ്യുന്ന ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ GST ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ദാറ്റ് ഈസ് ദ ആൻസർ. സോ ഇൻട്രസ്റ്റേറ്റ് ആണെങ്കിലും ടാക്സ് വരത്തില്ല, GST വരത്തില്ല. എ ലിമിറ്റഡ് ഈസ് ഷിഫ്റ്റിംഗ് ഇറ്റ്സ് കംപ്ലീറ്റ് പ്ലാൻ ഫ്രം കേരള ടു കർണാടക. Will it attract GST in Kerala? നമ്മൾ ഷെഡ്യൂൾ 1 പാരഗ്രാഫ് 1 പറയുന്നുണ്ട് ബിസിനസ് അസറ്റ് പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ it attracts, it's a supply even though there is no consideration. So even if there is no consideration, it is a permanent transfer of asset from Kerala to Karnataka. So it attracts GST in Kerala. Schedule 1, paragraph 1. Permanent transfer. It is a supply and it attracts GST. Then, third question. Messrs. ABC is an NBFC with an NPA account of rupees 10 crore. They sell this account to Messrs. XYZ for rupees 7 crore. Is there any GST liability? സോ ABC എന്ന് പറയുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ്. അവർക്കൊരു NPA അക്കൗണ്ട് ഉണ്ട്. ആ NPA അക്കൗണ്ട് അവര് വേറൊരു കമ്പനിക്ക് കൊടുത്തു, XYZ എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തു. സോ 10 crore എന്ന് പറയുന്നത് അവര് 7 crore കൊടുത്തു. അപ്പൊ XYZ 10 crore കളക്ട് ചെയ്യും, 3 crore അവരുടെ പ്രോഫിറ്റ് ആയിട്ട് വരും ഇഫ് ദേ ക്യാൻ കളക്ട് ദാറ്റ് 10 crore ഫ്രം ദ NBA അക്കൗണ്ട്സ്. നൗ ABC ലിമിറ്റഡിന് ഇവിടെ GST ലയബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് NPA അക്കൗണ്ട്? ആൻഡ് NPA അക്കൗണ്ട്, നോൺ പെർഫോമിംഗ് അസറ്റിന്റെ അക്കൗണ്ട് എന്ന് പറയുന്നതിന്റെ നേച്ചർ എന്താണ്? നമുക്ക് സെക്ഷൻ 2 സബ്സെക്ഷൻ 1 നോക്കിയാൽ ആക്ഷനബിൾ ക്ലെയിംസിന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ദിസ് NPA അക്കൗണ്ട് ഈസ് എൻ ആക്ഷനബിൾ ക്ലെയിം. ഇതൊരു ആക്ഷനബിൾ ക്ലെയിം ആണ്. നൗ ആക്ഷനബിൾ ക്ലെയിമിന്റെ പ്രത്യേകത എന്താണ്? GSTയിൽ ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുന്നത് ഗുഡ്സിന്റെ ഡെഫിനേഷനിൽ ആക്ഷനബിൾ ക്ലെയിം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിംഗ് ആക്ഷനബിൾ ക്ലെയിം എന്നാണ് പറഞ്ഞേക്കുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 52 ഗുഡ്സിന്റെ ഡെഫിനേഷനിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ഷനബിൾ ക്ലെയിം. അപ്പോൾ ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. ബട്ട് നമ്മൾ ഷെഡ്യൂൾ 3 പോയി കഴിഞ്ഞാൽ അതിനകത്ത് പാരഗ്രാഫ് 6 പറയുന്നുണ്ട്, ഷെഡ്യൂൾ 3 പാരഗ്രാഫ് 6 പറയുന്നുണ്ട്, ഷെഡ്യൂൾ 3 എന്ന് പറയുന്നത് നെയ്തർ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സപ്ലൈ ഓഫ് സർവീസസ് ആണ്. ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ഐറ്റമാണ്. എക്സ്ക്ലൂഡിംഗ് സർട്ടൻ ഐറ്റംസ്, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് എന്നുള്ള ഐറ്റംസ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ആക്ഷനബിൾ ക്ലെയിംസ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. സോ ആക്ഷനബിൾ ക്ലെയിം എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ NPA അക്കൗണ്ട് ആക്ഷനബിൾ ക്ലെയിം ആയതുകൊണ്ട് there is no GST. There is no GST on this NPA account of 10 crore. അത് 10 crore-നും GST ഇല്ല, 7 crore-നും GST ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ ആസ് പെർ ഷെഡ്യൂൾ 3 പാരഗ്രാഫ് 6. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ABC India had given donation of
$1 lakh to X in New York. Is ABC India liable to pay GST on it under reverse charge? ABC India എന്ന് പറയുന്നത് ഡൊണേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡൊണേഷൻ എന്ന് പറയുന്നത് സപ്ലൈ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരാൾ ഒന്ന് സപ്ലൈ ആകണമെങ്കിൽ അത് ഗുഡ്സോ സർവീസോ ആകണം. സോ ഈ നമ്മൾ ഡൊണേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? നമ്മൾ മണിയാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും നമുക്ക് സർവീസ് കിട്ടുന്നുണ്ടോ? സർവീസ് കിട്ടുന്നില്ല. സോ ഇറ്റ് ഈസ് ഓൺലി എ ട്രാൻസ്ഫർ ഓഫ് മണി. സോ മണി ഈസ് നോട്ട് ഗുഡ്സിന്റെ ഡെഫിനേഷനും ഇല്ല, സർവീസിന്റെ ഡെഫിനേഷനും ഇല്ല. മണി ആൻഡ് സെക്യൂരിറ്റീസ് ആർ not there. So if there is a donation without receiving any services or without any obligation to provide any services, then it is not a supply. So there is no liability on GST. Liability of GST on ABC India. Reverse charge വരുന്ന പ്രശ്നമില്ല. റിവേഴ്സ് ചാർജിന്റെ കേസ് വരത്തില്ല. സപ്ലൈ ആണെങ്കിൽ മാത്രമേ ഇമ്പോർട്ട് ഓഫ് സർവീസസിന് അവർക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും റിവേഴ്സ് ചാർജ് ബേസിൽ. പക്ഷേ ഇമ്പോർട്ട് ഓഫ് സർവീസസ് അല്ലല്ലോ, ദർ ഇസ് നോ സർവീസസ് കിട്ടുന്നില്ല. സോ ദർ ഇസ് നോ GST ലയബിലിറ്റി ഓൺ ABC India Limited. നമുക്ക് അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5th question. X import a service without consideration from non-related person. Is this transaction attract GST on X? So there is import of services. Schedule 1 para 1 പറയുന്നുണ്ട്, ഒരു റിലേറ്റഡ് പേഴ്സണിൽ നിന്നും സർവീസ് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും അത് സപ്ലൈ ആയിട്ട് എടുക്കുമെന്നുള്ളത്. പക്ഷെ നോൺ റിലേറ്റഡ് പേഴ്സണിലാണെങ്കിലോ? നോൺ റിലേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ ഇല്ല. നോൺ റിലേറ്റഡ് പേഴ്സണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. സോ ഇഫ് ദർ ഇസ് ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫ്രം a non-related person without consideration, then there is no GST. The answer is no. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. X received ₹25 lakh insurance from insurance company in case of goods or immovable property. Is X liable to GST as a recipient under reverse charge? That is the first question. X എന്ന് പറയുന്ന ആൾക്ക് ഇൻഷുറൻസ് കിട്ടി, ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് കിട്ടി. എന്തോ ഗുഡ്സ് ലോസ്റ്റ് ആയതിൻ്റെയോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡാമേജ് ആയതിൻ്റെയോ ആയിരിക്കും. അത് അവർക്ക് ഇൻഷുറൻസ് കിട്ടി. ഈ ഇൻഷുറൻസ് കിട്ടിയതിന് ഈ എക്സ് ഒരു ആസ് എ റെസിപ്പിയന്റ് അയാൾക്ക് റിവേഴ്സ് ചാർജിൽ കൊണ്ടുപോയി ടാക്സ് അടയ്ക്കേണ്ടി വരുമോ? സോ ഈ ഇൻഷുറൻസ് കിട്ടുന്നത് ഒരു സപ്ലൈ ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സപ്ലൈ ആണെങ്കിൽ ഗുഡ്സോ സർവീസസോ ആയിരിക്കണം. ഈ ഇൻഷുറൻസിന്റെ നേച്ചർ എന്താണ്? ദിസ് ഇൻഷുറൻസ് ഈസ് an actionable claim. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ആക്ഷനബിൾ ക്ലെയിം ആണ്. സോ ഇറ്റ് ഈസ് ഗുഡ്സ്. സോ ആക്ഷനബിൾ ക്ലെയിംസ് എന്ന് പറയുന്ന ഷെഡ്യൂൾ 3 ഒഴിവാക്കിയിട്ടുണ്ട്. അതിനകത്ത് എക്സെപ്റ്റ് സർട്ടൻ 3 സിറ്റുവേഷൻസ് അത് ആക്ഷനബിൾ ക്ലെയിം എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ഈ 3 മാത്രമാണ് എക്സെപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊഴിച്ചിട്ടുള്ള ആക്ഷനബിൾ ക്ലെയിംസ് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഷെഡ്യൂൾ 3 അനുസരിച്ച് there is no supply and hence there is no liability. Whether X liable to take registration as it forms part of aggregate turnover? No. Registration എടുക്കണമെങ്കിൽ അവിടെ ഒരു ടേൺ ഓവർ ലിമിറ്റ്, ഇപ്പൊ 20 lakhs ടേൺ ഓവർ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ ഒരു സപ്ലൈ ഉണ്ടായിരിക്കണം, ടാക്സബിൾ സപ്ലൈ ഉണ്ടായിരിക്കണം. That's no taxable supply. So there is no taxable supply. There is no supply. So taxable supply is a supply. So there is no supply. So supply ഇല്ലാത്തതുകൊണ്ട് there is no registration. അത് അഗ്രിഗേറ്റ് ടേൺ ഓവറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ. സോ നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ് ഈസ് എ ബിൽഡർ രജിസ്റ്റർഡ് അണ്ടർ GST. ഒരു ബിൽഡർ എന്താണ് ചെയ്യുന്നത്? അയാൾ വീട് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കും, ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. The question, 3 questions are there. First question, can he get the ITC of building materials purchased by him? So builder building materials purchase ചെയ്യുന്നു, ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. So ITC കിട്ടുമോ? ITC കിട്ടും, subject to other conditions. ITC കിട്ടും because he is constructing, construction ആണ് ചെയ്യുന്നത്. So he gets the benefit of ITC. അവിടെ ഇത് ബ്ലോക്ക് ചെയ്യുന്നൊന്നും ഇല്ല. Then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകാം. B. X sells the property when it is under construction. Is there GST? So
So under construction ഉള്ള ഒരു പ്രോപ്പർട്ടി എക്സ് സെൽ ചെയ്യുകയാണെങ്കിൽ there is GST. അണ്ടർ കൺസ്ട്രക്ഷൻ ഉള്ള പ്രോപ്പർട്ടി എക്സ് സെൽ ചെയ്യുന്നതുകൊണ്ട് GST വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഷെഡ്യൂൾ 3 പാരഗ്രാഫ് 5 പറഞ്ഞിട്ടുണ്ട് സെയിൽ ഓഫ് ലാൻഡ്, സെയിൽ ഓഫ് ബിൽഡിംഗ്, there is no supply. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾ 2 പാരഗ്രാഫ് 5 ക്ലോസ് ബി. ഷെഡ്യൂൾ 2 പാരഗ്രാഫ് 5 ക്ലോസ് ബി. ഈ 5ബിയിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ബിൽഡിംഗ് ആയി. സോ ദർ ഇസ് നോ GST. ബട്ട് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് എ സപ്ലൈ. ഇറ്റ് ഇസ് എ സപ്ലൈ. കാരണം ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്ന സപ്ലൈ ഓഫ് ഗുഡ്സോ സപ്ലൈ ഓഫ് സർവീസോ ആണ് പറഞ്ഞേക്കുന്നത്. സോ ഇറ്റ് ഇസ് എ സപ്ലൈ. സോ അത് സപ്ലൈ ആയതുകൊണ്ട് അത് ഷെഡ്യൂൾ 3 സ്പെസിഫിക് ആയിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്, ബിൽഡിങ്ങിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അണ്ടർ കൺസ്ട്രക്ഷൻ വന്നു കഴിയുമ്പോൾ എക്സ് ഹാസ് ടു പേ GST. Then see, if a property is sold after construction is completed, whether GST will be charged. If a property is sold after construction is completed, whether GST will be charged. നമ്മൾ പ്രോപ്പർട്ടി കൊടുത്തത് കംപ്ലീഷൻ കഴിഞ്ഞതിന് ശേഷമാണ്, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ്. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിൽഡിംഗ് ആയി, ഷെഡ്യൂൾ 3 വന്നു, ഷെഡ്യൂൾ 3 പാരഗ്രാഫ് 5. സോ there is no GST because it is not a supply. അടുത്തത് 8th one. 8th one എന്ന് പറയുന്നത് it's an interesting question because it relates to eStudents. X is digitally providing study material to students through text, audio and video on their website. Online access to study material includes access to the textbook, notes, test series, practice, doubts, etc. Students can see, read and listen study material online only. Download option is not given to students. Whether X is regular GST dealer or e-commerce operator. നമ്മൾ നോക്കേണ്ടത് e-commerce operator definition നോക്കണം. There is a definition for e-commerce operator and e-commerce. And when you look into that definition, section 245, e-commerce operator. E-commerce operator means any person who owns, operates or manages digital or electronic facility or platform for electronic commerce. So e-commerce operator എന്ന് പറയുന്നയാൾ he owns, operates or manages. So അയാൾ ഓൺ ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഓൺ, ഓപ്പറേറ്റ്സ് ഓർ മാനേജസ്. സോ ഇങ്ങനെ ഒരാള് അയാളുടെ ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് ഫെസിലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ he becomes an e-commerce operator. So what is e-commerce? E-commerce means the supply of goods or service or both, including digital products over digital or electronic network. So ഇതാണ് e-commerce എന്ന് പറയുന്നത്. സോ ഈ e-commerce ആക്ടിവിറ്റി ചെയ്യുന്ന ആള്, ഈ ഇലക്ട്രോണിക് ഫെസിലിറ്റി, ഡിജിറ്റൽ ഫെസിലിറ്റി കൊടുക്കുന്ന ആള് അയാൾ e-commerce ഓപ്പറേറ്റർ ആണ്. അയാളുടെ റെഗുലർ GST ഡീലർ അല്ല. സോ ഹി ഹാസ് ടു രജിസ്റ്റർ ആസ് e-commerce operator. അടുത്തത് XYZ India paying consideration to ABC US parent company for providing technical knowledge, designing of product and after sale service in relation to products manufactured by XYZ in India. Is XYZ liable to pay GST on the amount paid to ABC? So the question is, XYZ India എന്ന് പറയുന്നത് അതിന്റെ പേരന്റ് കമ്പനി എന്ന് പറയുന്നത് US-ലാണ്. സോ US-ലുള്ള കമ്പനിക്ക് പേയ്മെന്റ് നടത്തുകയാണ്. സോ ഷെഡ്യൂൾ 1 പാരഗ്രാഫ് 4 പറയുന്നുണ്ട്, നമ്മൾ ഈ ഷെഡ്യൂൾ 1 പാരഗ്രാഫ് 4 പറയുന്നത് ഇമ്പോർട്ട് ഓഫ് സർവീസസ് ബൈ എ പേഴ്സൺ from any of his other establishments outside India in the course or furtherance of business. Consideration ഇല്ലെങ്കിലും it is a supply എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. സോ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് ഫ്രം എനി ഓഫ് ഹിസ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ്സ്. US ഉള്ള ABC എന്ന് പറയുന്നത് ഇതിന്റെ XYZന്റെ മറ്റൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്.
So consideration കൊടുത്തില്ലെങ്കിൽ പോലും അത് attract ചെയ്യും. Consideration കൊടുക്കുന്നുണ്ടെങ്കിൽ there is no doubt. So schedule 1 എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹെഡിങ് പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഈവൻ ഈഫ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. ഈവൻ ഈഫ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. സോ കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് അട്രാക്ട് ചെയ്യും. കൺസിഡറേഷൻ കൊടുത്തില്ലെങ്കിൽ പോലും അത് സപ്ലൈ ആയിട്ട് കരുതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ സപ്ലൈ ആയിട്ട് കരുതും എന്നുള്ളതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. സോ ഇറ്റ് ഈസ് എ സപ്ലൈ. നൗ ഈസ് ദെയർ ലയബിലിറ്റി ടു പേ ടാക്സ് ബൈ XYZ. XYZ എന്ന് പറയുന്നയാളുടെ റെസിപ്പിയന്റ് ആണ്, റെസിപ്പിയന്റ് ഓഫ് സർവീസസ് ആണ്. ABC ആണ് സപ്ലയർ ഓഫ് സർവീസ്. സോ റെസിപ്പിയന്റ് ടാക്സ് അടയ്ക്കണമുണ്ടോ? റെസിപ്പിയന്റ് ടാക്സ് അടയ്ക്കണം. So as per IGST Act, there is reverse charge on import of services. So XYZ is liable to pay GST on the amount paid to ABC. So the last question, X organize a party in a hotel for rupees 1 lakh plus GST, which includes cost of food including liquor cost. So X ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്തൊരു ഹോട്ടലിൽ ഫുഡിന്റെയും ലിക്വറിന്റെയും കൂടിയുള്ള കോസ്റ്റ് 1 lakh പ്ലസ് GST. നൗ ഒരു ബില്ലാണ് കിട്ടിയത്. നൗ ഒറ്റ ബില്ലാണ് വന്നിരിക്കുന്നത്, പാക്കേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നൗ ഈസ് ഇറ്റ് എ കോമ്പോസിറ്റ് സപ്ലൈ ഓർ മിക്സഡ് സപ്ലൈ? എന്താണ് പറ്റുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ നമ്മൾക്ക് അവിടെ പ്രിൻസിപ്പൽ സപ്ലൈയുടെ റേറ്റിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും ടോട്ടൽ. മിക്സഡ് സപ്ലൈ ആണെങ്കിലോ ഹയസ്റ്റ് റേറ്റ് ഉള്ളതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. Now the first question, whether it is naturally bundled or not. It is naturally bundled because liquor എന്ന് പറയുന്നതും ബാക്കിയുള്ള ജ്യൂസ് അല്ലെങ്കിൽ ബാക്കി നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഉണ്ടെങ്കിലും ഇതെല്ലാം പാർട്ട് ഓഫ് ഫുഡാണ്. സോ ഇറ്റ് ഈസ് നാച്ചുറലി ബണ്ടിൽഡ്. സ്വാഭാവികമായിട്ടും ഇറ്റ് ഇസ് നോട്ട് എ മിക്സഡ് സപ്ലൈ, ഇറ്റ് ഇസ് എ കോമ്പോസിറ്റ് സപ്ലൈ. Now once it becomes a composition supply as per the GST Act, you have to levy tax on the entire value. അതിന്റെ പാക്കേജിന്റെ ഫുൾ വാല്യൂവിൽ വേണം ടാക്സ് ഇടാനായിട്ട്. നൗ ദ ക്വസ്റ്റ്യൻ, ദ ഫുൾ വാല്യൂ ഇൻക്ലൂഡ്സ് ലിക്കർ ഓൾസോ ആൻഡ് ലിക്കർ ഈസ് എ നോൺ GST ഐറ്റം. സോ ദിസ് 1 lakh ഇൻക്ലൂഡ്സ് ലിക്കർ കോസ്റ്റ്. സോ ക്യാൻ യു ഗീവ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഫിക്സഡ് സപ്ലൈ, ദ പ്രിൻസിപ്പൽ സപ്ലൈ? ആ പ്രിൻസിപ്പൽ സപ്ലൈന്റെ ആ റേറ്റിന് ആ പ്രിൻസിപ്പൽ സപ്ലൈന്റെ റേറ്റിന് ദ എൻറ്റയർ 1 lakhനകത്ത് ചെയ്യാനായിട്ട് പറ്റുമോ? ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷണലി ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ടു ടാക്സ് ഓൺ ലിക്വർ. സോ ഈസ് ഇറ്റ് പോസിബിൾ? ദ ആൻസർ ഈസ് യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ടാക്സ് ഓൺ ലിക്വർ. വി ആർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓൺ വിച്ച് യു ഹാവ് ടു ടാക്സ്. സോ ദ റേറ്റ് ഓഫ് ടാക്സ് ഇസ് ദാറ്റ് ഓഫ് പ്രിൻസിപ്പൽ സപ്ലൈ ആൻഡ് ദ വാല്യൂ ഈസ് the entire value of the package. So it is a debatable issue, but in my opinion, it is taxable on the entire 1 lakh rupees. Now, is there any way to get out of it? Yes, you can split it. If you split it to liquor and separately to restaurant bills, then definitely there will not be any GST on liquor. And there will be a composite supply levy on the balance amount. So splitting of invoice is necessary in such cases. Otherwise, the department may argue that it is a composite supply and the entire value is to be taxed. So this may not be the same view of all the persons. There can be different views in this subject, but it is always better to split it and avoid litigations.